ഇവിടെ എല്ലാം ശരിയായിട്ടുണ്ട് അങ്കിൾ. അതെ, അവരെയൊക്കെ ക്യാപ്റ്റൻ ബ്ലാക്ക് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നതാണ് ജാക്കി. ക്യാപ്റ്റൻ ബ്ലാക്ക് നല്ലവനായി മാറിയതുപോലെ ഇവർക്ക് നല്ലവനാകാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാരും ഇവിടെ തന്നെ താമസിക്കട്ടെ. എന്റെ കടയിലോ? അതെ, ഈ കടയിലാണ്. പക്ഷെ വിഷമിക്കണ്ട, ഇവരുടെ കാലിലുള്ള റേഡിയോ കൺട്രോൾ സെഷൻ 13ലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ കണ്ടില്ലേ ഞങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. ബിസ്ക്കറ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാമോ ഭീമ? മോഹോ, നീ നല്ലവനായി തീരുന്നത് വരെ ആ രഹസ്യം അറിയണ്ട. അതുമാത്രമല്ല, ഇതൊന്നും നീ കഴിക്കണ്ട. ഇതൊന്നും നല്ലതല്ല. അവിടെ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല സുഹൃത്തേ. ഞാനാണ് ജയിച്ചത്. നീ ജയിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടാ, നീ അത് മോഷ്ടിക്കാൻ നോക്കിയാണോ? പ്ലീസ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ. ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? ഓ സോറി ജാക്കി മാസ്റ്റർ, എന്റെ സ്ട്രോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ അതെ, ശരി ശരി, ഞാൻ ഉടനെ തന്നെ പുറപ്പെടാം. നിങ്ങൾ വിഷമിക്കണ്ട. എന്തോ പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. എന്താണ് ജാക്കി? ഒന്നുമില്ല, ഇതൊക്കെ എന്റെ ജോലിയല്ലേ. മ്യൂസിയത്തിന് വേണ്ടി ഒരു പുരാതന വസ്തു എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ജാക്കി, ഇതുപോലുള്ള ക്രിമിനൽസിനെ എന്റെ കടയിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്, പഴയ ക്രിമിനലാ. എന്തിനാ ഇത്ര വിഷമിക്കുന്ന അങ്കിൾ? അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓ സോറി. സാരല്ല, സഹിച്ചോളാം. ഞങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ വളരെ നല്ലവരാണെന്ന്. ഹലോ ജാക്കി, ഒരു ബാഡ് ന്യൂസ്. നിന്റെ വീട്ടിൽ താങ്ങുന്നവരുടെ കാലിൽ കെട്ടിയിരുന്ന ട്രാൻസ്മിറ്റർ നിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ അവർ അഭിനയിക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി ബ്ലാക്ക്. ഞാൻ വിലയേറിയ ഒരു പുരാതന വസ്തു എടുക്കാൻ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാനാണ് ജാക്കി ചാൻ, മ്യൂസിയത്തിൽ നിന്നും വന്നിരിക്കുന്നു. നിങ്ങൾ അതിന് അനുവാദം തന്നാൽ ഞാൻ ആ പുരാതന വസ്തു എടുത്ത് സാൻ ഫ്രാൻസിസ്കോ മ്യൂസിയത്തിലേക്ക് പോയിക്കോളാം. ഞാൻ പ്രതീക്ഷിച്ചു. അപ്പൊ നിങ്ങൾ നല്ലവരായിട്ട് പെരുമാറിയതെല്ലാം അഭിനയമായിരുന്നല്ലേ? നല്ല മൂവാണ് ശങ്കർ. ഇതിനു വേണ്ടിയാണോ ട്രെയിനിങ് എടുത്തത്? എല്ലാരും ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണല്ലേ? രാജേഷേ, ഓക്കേ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറ. എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാനാണ് നിങ്ങളുടെ വിധി. ഇതാ വന്നു ജൂലി. എങ്ങനെയാ നിങ്ങൾ 3 പേരും? ജൂലി എന്താടാ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കരുതിട്ടാണോ അടിക്കുന്നത്? അടിച്ച് കൊല്ലടാ. മാറിയിരിക്കെ. നീ എങ്ങനെ ഇവിടെ എത്തി? എന്തിനാ നീ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ഇത് അവർക്കൊരു ട്രെയിനിങ് ആണ്. വീട്ടില് പനിയില്ലാതെ വെറുതെ ഇരുന്നോണ്ടിരുന്നത്, അതുകൊണ്ടാ വിളിച്ചോണ്ട് വന്നത്. എല്ലാരും നന്നായിട്ട് അടി മേടിക്കുന്നുണ്ട്. വല്ല ആവശ്യമുണ്ടോ? പറഞ്ഞു തരുമ്പോ മര്യാദക്ക് പഠിച്ചാലല്ലേ. അതുകൊണ്ടാ ഇങ്ങനെ തല്ലി മേടിക്കുന്നത്. വരുന്നടാ, ഓടിപ്പോവാം. ഓടിക്കോ.